സംഘർഷഭരിതമായ സാഹചര്യമാണ് ഇസ്രായേലിൽ നിന്നും ഒരു ബിബി കൂടി ചേരുന്നുണ്ട്. ബിബി, ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളാണ് നടക്കുന്നത്. എന്താണ്, സംഘർഷഭരിതമായ സാഹചര്യമാണോ? ബിബി, കേൾക്കാമോ? സംഘർഷകരമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഒരു 8:30 ഒരു അലാറം വന്ന ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഫർസാബ എന്ന് പറഞ്ഞ ഭാഗമാണ്. അതിനോട് ചേർന്ന് ഹെർസലിയ ഭാഗത്ത് ഡയറക്റ്റ് ഒരു ഹിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ, ഇന്ന് 8:30 അതുപോലെ തന്നെ ഇന്നൊരു 5:15 വീണ്ടും ഒരു സൈറം മുഴങ്ങി എല്ലാവരും സേഫ് പ്ലേസിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ താങ്കൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ഇപ്പൊ സേഫ് 5-ാം ആണോ? ദിവസമായി തുടരുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം സേഫ് ആണ്. നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ഫുൾ സപ്പോർട്ട് കാര്യങ്ങൾ തരുന്നുണ്ട്. നമുക്ക് ഓരോരോ ഈ ഇത് സൈറൺ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മൊബൈലിൽ എമർജൻസി അലാർട്ട് വരുന്നുണ്ട്. നമുക്ക് സേഫ് ആകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ടൈം നമുക്ക് തരുന്നുണ്ട്. ആ ടൈമിനുള്ളിലേക്ക് നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് മാറുക. അങ്ങനെ അവർ നേരത്തെ നമുക്ക് മൊബൈലിൽ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. കഴിവതും എല്ലാവരും അങ്ങനെ സഹകരിച്ചു പോകുന്നു. പിന്നെ സ്കൂളുകൾ അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പം നിലവിൽ ഒന്നും പ്രവർത്തനരഹിതമല്ല. അങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങൾ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹലോ, നിലവിലുള്ളവരെയൊക്കെ സേഫ്റ്റി റൂമിലേക്ക് മാറ്റുന്നു, അങ്ങനെയാണോ? ഏതാണ്? നിലവിൽ അവിടെ ഉള്ളവരെയൊക്കെ സേഫ്റ്റി റൂമിലേക്ക് മാറ്റുന്നു, അതായത് ബിബിയുടെ കൂടെ ഉള്ളവരെയൊക്കെ സേഫ്റ്റി റൂമിലേക്ക് മാറ്റുന്നു, അങ്ങനെയാണോ? നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മളിപ്പോൾ നമുക്ക് ഇവിടുന്ന് എംബസി നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നമുക്ക് നമ്മുടെ കൂടെയുള്ള പേഷ്യന്റിനെ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പേഷ്യന്റിനെയാണ് അവരെ നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടുപോവുക. നമുക്ക് പറ്റത്തില്ലാത്ത പേഷ്യന്റിനെ ആണെങ്കിൽ നമ്മൾ ഫാമിലി ഫസ്റ്റ് ഇൻഫോം ചെയ്തിട്ട് അവരുടെ ഇത് പ്രകാരം നമ്മൾ മുന്നോട്ട് അവർ പറയുന്നത് എന്താണോ അത് പ്രകാരം നമ്മൾ മാറുക. എമർജൻസി അലാർട്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരും സേഫ് ആയിട്ട് മാറണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എമർജൻസി അലേർട്ട് വരുമ്പോൾ നിങ്ങളെയൊക്കെ മാറ്റാനുള്ള ചില നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്, അല്ലേ? ഇല്ല, നമ്മളെ ആരും നാട്ടിലേക്ക് കയറ്റിവിടുന്ന അതിപ്പോ കഴിഞ്ഞ ദിവസം ഈ അല്ല, ഏഷ്യാനെറ്റ് നാട്ടിലേക്കല്ല, ന്യൂസിന്റെ ഒരു സേഫ് ആയിട്ടുള്ള ന്യൂസ് വന്നായിരുന്നു. ഇടങ്ങളിലേക്ക്. ഇത്രയധികം 25,000. ഇവിടെ നമുക്ക് സേഫായ, ഇവിടെ നമുക്ക് എല്ലാം ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം സേഫ് ബങ്കറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും അങ്ങനെ മാറും. ഇല്ലാത്ത വീടുകളും ഉണ്ട്, അല്ലാത്ത ഒത്തുകൂടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എല്ലാവരും ഒത്തുകൂടി എവിടെയെങ്കിലും സേഫ് ആയിട്ട് പ്ലേസിലേക്ക് മാറുന്നതുകൊണ്ട് ഇവിടുന്ന് ആരെ ഒഴിപ്പിച്ചു വിടുന്ന കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ന്യൂസ് വന്നായിരുന്നു. നമ്മൾ ഇവിടുന്ന് കുറെ പേരെ 25,000 പേരെ നാട്ടിലേക്ക് തിരിച്ചയച്ചു വിടുന്നെന്ന് പറഞ്ഞോളൂ. അങ്ങനത്തെ ഒരു ന്യൂസുകളോ കാര്യങ്ങളോ ചർച്ചകളോ ഇവിടെ ഇതുവരെ നടന്നിട്ടുമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുമില്ല. നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പൂർണ്ണ സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുന്ന ഓരോ പൗരനും, ഇസ്രായേലി പൗരനും ഇന്ത്യൻ പൗരനും എല്ലാവർക്കും ഒരേപോലെ അവർ സപ്പോർട്ട് തരുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ശരി ബിബി, തുടരുക. സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യങ്ങൾ കൂടിയാണ്.